കർത്താവിൽ പ്രസിദ്ധനായ പാസ്റ്റർ ജോമോൻ എബ്രഹാം അവരാണ് PMGയുടെ പാസ്റ്ററാണ്. അദ്ദേഹം അനുഗ്രഹിക്കപ്പെട്ടതിൽ കർത്താവിന് വേണ്ടി വളരെ ശക്തിയോടെ ഉപയോഗിക്കുന്ന ദേവദാസൻ രാവിലെ ജോലിച്ചതിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കർത്തുദാസനെ തുടർന്ന് അനുശോഷിക്കായി സ്വാഗതിക്കുന്നു. പാസ്റ്റർ ജോമോൻ എബ്രഹാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പ്രഭാത സമയത്തും മഹത്വപ്പെടുമാറാകട്ടെ. ഈ പ്രഭാത മീറ്റിംഗിലേക്ക് എന്നെ ക്ഷണിച്ച ഞാൻ ക്രിസ്തുവിൽ വളരെ സ്നേഹിക്കുന്ന ആദരിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ വർഗീസ് ബേബി അവർകൾ, അപ്പോൾ തന്നെ കർത്താവിന്റെ മുദ്രത്തോപ്പിൽ ശക്തമായി അധ്വാനിക്കുന്ന കർത്താവിന്റെ ശക്തന്മാരും ശ്രേഷ്ഠന്മാരുമായ എല്ലാ അഭിഷിക്തന്മാർ, ദൈവമക്കൾ എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു. അനുഗ്രഹീതമായ ഈ പ്രഭാത പ്രാർത്ഥനയിൽ നിങ്ങളോടൊപ്പമായിരിക്കുന്നതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ കർത്താവ് കൃപയും ബലവും പകർന്നുകൊണ്ടിരിക്കുന്നല്ലോ. ദൈവം പിന്നെയും ശക്തമായി ബലപ്പെടുത്തട്ടെ, ഉപയോഗിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രഭാത സമയം കർത്താവിന്റെ ആത്മാവിന്റെ ഉള്ളത്തിൽ പ്രകാശിപ്പിച്ചതായ ഒരു തിരുവചന ഭാഗം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. വളരെ പരിചയമുള്ളൊരു വേദഭാഗം, നെഹമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം 20-ാമത്തെ വാക്യം. നെഹമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം 20-ാമത്തെ വാക്യം. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും, ആകയാൽ അവന്റെ ദാസന്മാരായി ഞങ്ങൾ എഴുന്നേറ്റു പണിയും. നിങ്ങൾക്കോ യെരൂശലേമിൽ ഒരു ഓഹരിയും അവകാശവും ജ്ഞാപകവും ഇല്ല എന്ന് ഉത്തരം പറഞ്ഞു. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, നൽകപ്പെട്ട ദൈവവചനത്തിനായി സ്തോത്രം, പകരപ്പെടുന്ന കൃപയ്ക്കായി സ്തോത്രം. എഴുതപ്പെടുന്ന ആത്മാവിൽ ശുശ്രൂഷിപ്പാൻ കൃപ നൽകണമേ. അങ്ങയുടെ ജനത്തിന് മേൽ ഇത് ശക്തിയായി വിടുതലായി വ്യാപരിക്കണമേ. അത്ഭുതം കർത്താവ് ചെയ്യും, ക്രിസ്തു യേശുവിൻ നിസ്തുല്യമായ നാമത്തിൽ തന്നെ. ആമേൻ. ഈ 2-ാം അധ്യായം 20-ാം വാക്യം വളരെ പരിചയമുള്ള ഒരു വേദശകലമാണ്. അനവധി പ്രാവശ്യം വായിച്ച് ധ്യാനിച്ചിട്ടുള്ള, നമ്മളിൽ പലരും ശുശ്രൂഷിച്ചിട്ടുള്ള ഒരു ദൈവ വചനമാണ് 2-ാം അധ്യായം 20-ാം വാക്യം. ഈ വാക്കുകൾ ഭക്തനായ നെഹമ്യാവിന്റെ വാക്കുകളാണ്. അനുകൂലമായ സാഹചര്യത്തിലല്ല നെഹമ്യാവ് ഈ വാക്കുകൾ പ്രസ്താവിച്ചത്. നെഹമ്യാവിന്റെ വാക്കുകൾ വിശ്വാസത്തിന്റെ വാക്കുകളാണ്. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. വിശ്വാസത്തിന്റെ വാക്കുകളാണ് ഭക്തൻ ഉദ്ധരിച്ചത്. മുൻപ് ഞാൻ ആവർത്തിച്ചതുപോലെ അനുകൂലമായ സാഹചര്യത്തിന്റെ മുൻപിലല്ല ഭക്തൻ ഈ വാക്കുകൾ പറഞ്ഞത്. തന്റെ മുൻപിൽ പ്രതികൂലം നിൽക്കുമ്പോൾ പ്രതികൂലത്തിന്റെ മുൻപിലും അത് വകവയ്ക്കാതെ വിശ്വാസത്തോടെ ദൈവമുഖത്തേക്ക് നോക്കി ദൈവഭക്തൻ വിളിച്ചു പറയുന്നു, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. എന്ന പകൽക്കാലവും ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, പ്രതികൂലങ്ങളെ കണ്ട് ഭയപ്പെടുവാനല്ല, പ്രതികൂലത്തിന്റെ മുൻപിലും വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുവാൻ നാം തയ്യാറാകുന്നെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാനിടയായി തീരും. 19-ാമത്തെ വാക്യത്തിലേക്ക് നോക്കുമ്പോൾ പ്രതികൂലം എന്താണെന്ന് അവിടെ വ്യക്തമായി ദൈവാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 19-ാം വാക്യം. അരാബിയനായ കേശുവും ഇത് കേട്ടിട്ട് ഞങ്ങളെ പരിഹസിച്ചു, നിന്ദിച്ചു. നിങ്ങൾ ചെയ്യുന്ന ഈ കാര്യം എന്ത്? നിങ്ങൾ രാജാവിനോട് മത്സരിപ്പാൻ ഭാവിക്കുന്നു എന്ന് ചോദിച്ചു. 3 ശക്തന്മാരാണ് നെഹമ്യാവിന്റെ നേരെ വെല്ലുവിളിച്ച് നിൽക്കുന്നത്. സൻബല്ലത്ത്, തോബിയാവ്, ഗേശമും. ഈ 3 പേർ ചെയ്ത 3 പ്രവർത്തികളും അവിടെ താഴോട്ടുള്ള വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിന്ദിച്ചു, പരിഹസിച്ചു. നെഹമ്യാവ് ചെയ്യുന്ന പ്രവൃത്തിയെ അവർ ചോദ്യം ചെയ്തു. നിന്ദിച്ചു, പരിഹസിച്ചു, പ്രവൃത്തിയെ ചോദ്യം ചെയ്തു. രാജാവിനോട് മത്സരിക്കുവാൻ ഭാവിക്കുന്നുവോ എന്ന് അവരെ ചോദ്യം ചെയ്തതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രതികൂലങ്ങൾ ശക്തമായി നിൽക്കുകയാണ്, പ്രതിബന്ധങ്ങൾ മുൻപിൽ നിൽക്കുകയാണ്, ശക്തന്മാർ എഴുന്നേറ്റ് നിൽക്കുകയാണ്. എന്നാൽ അതിന്റെ മധ്യേയും ഭക്തൻ ശക്തമായി പറയുന്നു, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. ഈ പ്രഭാത സമയം
ആരോടൊക്കെയോ ദൈവാത്മാവ് ഇടപെടുകയാണ്. തടസ്സങ്ങളുടെ മുൻപിൽ ഭാരപ്പെട്ടിരിക്കുവാനല്ല, പ്രതിബന്ധങ്ങളുടെ മുൻപിൽ വേദനിച്ചിരിപ്പാനല്ല. സ്വർഗത്തിലെ ദൈവം നിന്റെ കാര്യം സാധിപ്പിക്കുന്ന, ദൈവത്താൽ ചില വിടുതലുകൾ അനുഭവിക്കുന്ന, ദൈവത്താൽ ചില അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്ന ദിവസങ്ങളായി ഈ വർഷത്തിന്റെ അവസാന നാളുകൾ ദൈവത്തിന് മാറ്റുവാൻ പദ്ധതിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. നെഹമ്യാവ് ഈ വാക്കുകൾ പറയുന്നതിന്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട്. 1-ാം അധ്യായം 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവന്റെ സഹോദരന്മാരിൽ ഒരുത്തനായ ഹനാനിയും യഹൂദയിൽ നിന്ന് വന്ന ചില സഹോദരന്മാരും ഇവന്റെ അടുക്കൽ വന്നപ്പോൾ ഇവൻ ചോദിച്ചു, പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ ജനത്തിന്റെ സ്ഥിതി എന്താ? യെരൂശലേമിന്റെ അവസ്ഥ എന്താ? ഈ കാര്യം ചോദിച്ചപ്പോൾ അവർ വേദനയോടെ പറയുകയാണ്, പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരൂശലേമിന്റെ സ്ഥിതി മതിലൊക്കെ ഇടിഞ്ഞും വാതിൽ തീ വെച്ച് ചുട്ടും കിടക്കുന്നു. പ്രൈസ് ഗോഡ്. നോക്കണമേ, ജനത്തിന്റെ സ്ഥിതി അപമാനത്തിലും കഷ്ടതയിലും. യെരൂശലേമിന്റെ സ്ഥിതി മതിൽ ഇടിഞ്ഞും വാതിൽ തീ വെച്ച് ചുട്ടും കിടക്കുന്നു. ഈ വർത്തമാനം കേട്ടപ്പോൾ നെഹമ്യാവ് മൗനമായിരിക്കുകയല്ല ചെയ്തത്. അവൻ ചെയ്ത 4 കാര്യങ്ങൾ 4-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നോക്കിയേ, 4-ാം വാക്യത്തിൽ 4 കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു. നശിച്ചുപോയ ജനത്തെ നോക്കിയാൽ നശിച്ചുകൊണ്ടിരിക്കുന്ന ജനത്തിന്റെ അവസ്ഥ കേട്ടപ്പോൾ, യെരൂശലേമിന്റെ സ്ഥിതി കേട്ടപ്പോൾ ആത്മഭാരമുള്ളവൻ ദൈവസന്നിധിയിൽ കരയുവാൻ തുടങ്ങി. പരിശുദ്ധാത്മാവിന്റെ പകൽക്കാലം ആരോടൊക്കെയോ ഇടപെടുകയാണ്. ആമേൻ, സ്തോത്രം. ആത്മഭാരത്തോടെ നീ കരയുവാൻ തയ്യാറായാൽ ആമേൻ, ആത്മാക്കളെ നേടത്തക്ക നിലയിൽ ദൈവം നിന്നെ കരങ്ങളെടുത്ത് ഉപയോഗിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. 2, അവൻ 1 കരഞ്ഞു, 2 കുറെ നാൾ ദുഃഖിച്ചു. പ്രൈസ് ഗോഡ്. അവൻ വലിയ വേദനയോടെ ഇരിക്കുക, ദുഃഖിച്ചു. 3, അവൻ ദൈവ സന്നിധിയിൽ ഉപവസിച്ചു. പ്രൈസ് ഗോഡ്, ഉപവസിച്ചു. 4, അവൻ ദൈവ സന്നിധിയിൽ പ്രാർത്ഥിച്ചു. 1 കരഞ്ഞു, 2 ആത്മഭാരത്തോടെ ദുഃഖിച്ചു, 3 അവൻ ദൈവസന്നിധിയിൽ ഉപവസിച്ചു, 4 ദൈവസന്നിധിയിൽ കരയുവാനിടയായി തീർന്നു. അവൻ പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. സ്തോത്രം. അവൻ ആത്മഭാരമുള്ളവന് മൗനമായിരിക്കാൻ കഴിയത്തില്ല. എത്ര പേർക്ക് സ്തോത്രം ചെയ്യുവാൻ കഴിയും? ഹല്ലേലൂയ. ആത്മഭാരമുള്ളവന് മിണ്ടാതിരിക്കാൻ കഴിയത്തില്ല. അവന്റെ അകത്തളങ്ങളിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് അവനെ ഒരിക്കലും മൗനമായി ഇരുത്തില്ല. ആമേൻ, സ്തോത്രം. ദേശത്തിന് വേണ്ടി കരയുവാൻ, ദേശത്തിന് വേണ്ടി ഉപവസിക്കുവാൻ, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മെ നിയോഗിച്ചെങ്കിൽ ഈ ദിവസങ്ങളിൽ ഒരു നെഹമ്യാവിനെ പോലെ ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കുവാൻ ആമേൻ പദ്ധതി ഉണ്ടെന്ന് ദൈവാത്മാവിന്റെ പകൽക്കാലം പറയുകയാണ്. പ്രൈസ് ഗോഡ്. ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ നെഹമ്യാവ് ഈ 4 കാര്യങ്ങൾ ചെയ്യാൻ ഒരു പ്രധാന കാരണമുണ്ട്. തനിക്ക് പരിഹരിപ്പാൻ കഴിയാത്ത വലിയ ഒരു പ്രശ്നം തന്റെ മുൻപിൽ കടന്നു വന്നപ്പോൾ അവനത് ബുദ്ധിയിൽ പരിഹരിപ്പാൻ നിന്നില്ല. മാനുഷികമായ അറിവുകൾ കൊണ്ട് പരിഹരിപ്പാൻ അവൻ നിന്നില്ല. അവനല്ലെങ്കിൽ രാജാവിനെ കൊണ്ട് അത് പരിഹരിപ്പാൻ നിൽക്കാതെ നന്നായി പരിഹരിപ്പാൻ കഴിവുള്ള സ്വർഗത്തിലെ ദൈവത്തോട് അവൻ ആ കാര്യം ഏൽപ്പിപ്പാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, വലിയ ഭാരങ്ങൾ കടന്നു വരുമ്പോൾ നിന്റെ കരം കൊണ്ടോ ബുദ്ധി കൊണ്ടോ അറിവ് കൊണ്ടോ പരിഹരിക്കുകയല്ല ചെയ്യേണ്ടത്. നന്നായി പരിഹരിക്കാവുന്ന ദൈവകരത്തിൽ ഏൽപ്പിക്കുമെങ്കിൽ അവൻ പരിഹരിപ്പാൻ അവൻ ശക്തനായ ദൈവമാണ്. എത്ര പേർക്ക് സ്തോത്രം ചെയ്യുവാൻ കഴിയും? കാര്യങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. പ്രൈസ് ദി ലോർഡ്. ഈ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഈ പുസ്തകം ആരംഭിക്കുന്നത് മഹാകഷ്ടത്തോടും അപമാനത്തോടും കൂടിയാണ്. എന്നാൽ
ഈ പുസ്തകം അവസാനിക്കുന്നതിന് മുൻപ് ദൈവജനത്തിന്റെ ഇടയിൽ വലിയ സന്തോഷം വെളിപ്പെട്ടു. 8-ാം അധ്യായം 12-ാം വാക്യം പഠിക്കുമ്പോൾ, 8-ാം അധ്യായം 12-ാമത്തെ വാക്യം, ഞങ്ങളോട് പറഞ്ഞ വചനം ബോധ്യമായതുകൊണ്ട് ജനമെല്ലാം പോയി തിന്നുകയും കുടിക്കുകയും പകർച്ച കൊടുത്തയക്കുകയും അത്യന്തം സന്തോഷിക്കുകയും ചെയ്തു. 1-ാം അധ്യായം ആരംഭിക്കുന്നത് മഹാകഷ്ടത പറഞ്ഞുകൊണ്ട്, അപമാനം പറഞ്ഞുകൊണ്ട്. 8-ാം അധ്യായം 12-ാം വാക്യം വലിയ ഒരു സന്തോഷം വെളിപ്പെട്ടത് പ്രഖ്യാപിച്ചുകൊണ്ടാണെങ്കിൽ, ദൈവാത്മാവിനെ ഞാൻ വിളിച്ചു പറയട്ടെ, കഷ്ടതയിൽ ആരംഭിക്കുമെങ്കിലും പ്രാർത്ഥനയോടെ ചുവട് മുന്നോട്ട് വെച്ചാൽ ആ കഷ്ടതയെ വലിയ സന്തോഷമാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും. ദൈവം പ്രവർത്തിപ്പാൻ അവൻ ശക്തനായ ദൈവമാണ്. സ്തോത്രം. ഈ പുസ്തകം ആരംഭിക്കുന്നത് പ്രാർത്ഥനയോടെയാണ്. ഈ പുസ്തകം അവസാനിക്കുന്നതും പ്രാർത്ഥനയോട് കൂടിയാണ്. നെഹമ്യാവിന്റെ ജീവിത വിജയത്തിന്റെ പ്രധാന കാരണം അവന്റെ പ്രാർത്ഥനാ ജീവിതമായിരുന്നു. പ്രൈസ് ഗോഡ്. പ്രാർത്ഥിക്കുന്ന നെഹമ്യാവിനെയാണ് ദൈവം ശക്തമായി കരങ്ങളിലെടുത്ത് ഉപയോഗിക്കാനിടയായി തീർന്നത്. ഈ പുസ്തകം നിങ്ങൾ പഠിച്ചാൽ നെഹമ്യാവിൻ്റെതായ ചെറുതും വലുതുമായ 12 പ്രാർത്ഥനകൾ ഈ പുസ്തകത്തിൽ പഠിക്കുവാൻ കഴിയും. അതിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുന്നു. 1, നെഹമ്യാവിന്റെ 1-ാമത്തെ പ്രാർത്ഥന, 1-ാം അധ്യായം 5-ാമത്തെ വാക്യം തൊട്ട് 11-ാമത്തെ വാക്യം വരെ നിങ്ങൾ പഠിച്ചാൽ അവിടെ നെഹമ്യാവിന്റെ 1-ാമത്തെ പ്രാർത്ഥന കാണാൻ കഴിയും. വായിക്കാൻ സമയമില്ലല്ലോ, പരിമിതമായ സമയമേ ഉള്ളൂ, അതുകൊണ്ട് മൗനമായി വായിച്ചാൽ മതി. പ്രൈസ് ഗോഡ്. 1-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ നെഹമ്യാവിന്റെ 1-ാമത്തെ പ്രാർത്ഥന അവിടെ ദർശിപ്പാൻ കഴിയും. ഈ പ്രാർത്ഥനയ്ക്ക് പിന്നിൽ 2 സുപ്രധാനമായ ഉദ്ദേശമാണ് നെഹമ്യാവിനുള്ളത്. 1, ദൈവത്തിന്റെ സഹായത്തിനായി നെഹമ്യാവ് ഇവിടെ പ്രാർത്ഥിക്കുകയാണ്. നെഹമ്യാവിന് നന്നായിട്ടറിയാം, ദൈവം എന്നെ സഹായിച്ചില്ലെങ്കിൽ എന്റെ എല്ലാ പ്രവർത്തനങ്ങളും അത് വൃഥാവാണെന്ന് നെഹമ്യാവിന് നന്നായിട്ടറിയാം. അതുകൊണ്ട് നെഹമ്യാവ് ദൈവത്തിന്റെ സഹായത്തിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. 2, അവിടെ 2-ാമതൊരു ഉദ്ദേശം കൂടെ ഉള്ളത്, രാജാവ് അനുകൂലമായി പ്രവർത്തിക്കണം. ആമേ, സ്തോത്രം. രാജാവിന്റെ പാനപാത്രവാഹനാണല്ലോ. ഈ പാനപാത്രവാഹകനായ നെഹമ്യാവിന് വേണ്ടി രാജാവ് അനുകൂലമായി പ്രവർത്തിക്കണം. 2 സുപ്രധാന ഉദ്ദേശത്തോടുകൂടി പ്രാർത്ഥിക്കുന്ന ദൈവഭക്തനെയാണ് 5-ാം വാക്യം മുതൽ 11-ാം വാക്യം വരെ നാം കാണപ്പെടുന്നത്. ദൈവമക്കളെ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വ്യക്തമായ ഉദ്ദേശം ഉണ്ടായിരിക്കണം, വ്യക്തമായ പ്ലാൻ ഉണ്ടായിരിക്കണം, വ്യക്തമായ പദ്ധതികൾ ഉണ്ടായിരിക്കണം. അപ്രകാരം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി ചലിപ്പാൻ തക്കവണ്ണം ഇടയായി തീരും. ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, പ്രാർത്ഥന ദൈവം തന്റെ ജനത്തെ ഏൽപ്പിച്ചിരിക്കുന്ന വജ്രായുധമാണ്. ശത്രുവിന്റെ കോട്ടകളെ ഇടിപ്പാൻ, ദുഷ്ടന്റെ പ്രവർത്തികളെ അഴിപ്പാൻ, അന്ധകാര മണ്ഡലത്തെ തകർത്തെറിയുവാൻ, ദുഷ്ടൻ അടയ്ക്കുന്ന സകല വാതിലുകളെയും തുറക്കത്തക്കവണ്ണം ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന വജ്രായുധമാണ് പ്രാർത്ഥന എന്ന ആയുധം. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയുന്നു, പ്രാർത്ഥിക്കുന്നവനെ ലോകശക്തിക്ക് പരാജയപ്പെടുത്തുവാൻ കഴിയത്തില്ല. പണ്ഡിതന്മാർ പരാജയപ്പെട്ടാലും, ശക്തന്മാർ പരാജയപ്പെട്ടാലും, കഴിവുള്ളവൻ പരാജയപ്പെട്ടാലും, സമ്പത്തുള്ളവൻ പരാജയപ്പെട്ടാലും, പ്രാർത്ഥിച്ചവൻ പരാജയപ്പെട്ട ചരിത്രമില്ല. പ്രാർത്ഥിച്ചവനെ ജയാളിയാക്കി മാറ്റുന്ന ഒരു സ്വർഗമുണ്ടെങ്കിൽ ഇന്ന് പ്രഭാത സമയം ഞാൻ വിളിച്ചു പറയുന്നു, പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്, പ്രാർത്ഥനയ്ക്ക് വിടുതലുണ്ട്. ഈ പ്രാർത്ഥനയ്ക്ക് മുമ്പിലും ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം, 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 സ്തോത്രം. ഞാൻ ഈ ദൂത് വിളിച്ചു പറയുമ്പോൾ എന്റെ ഉള്ളത്തിൽ മറ്റൊരു ചിന്ത കൂടെ പരിശുദ്ധാത്മാവ് തരുന്നു. നമ്മള് ഇത്രയും പേർ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ പ്രാർത്ഥിക്കുകയാണല്ലോ. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും, എന്തെങ്കിലും വിടുതലുകൾ നടക്കുന്നുണ്ടോ? അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം നിങ്ങൾ പഠിച്ചാൽ പത്രോസിന്റെ വിടുതലിന് വേണ്ടി സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു.
ദൈവത്തിന്റെ ദൂതൻ കാരാഗൃഹത്തിൽ ഇറങ്ങി പത്രോസിനെ വിടുവിച്ചു. ഇന്ന് പ്രഭാതം ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, പ്രാർത്ഥിച്ചവന്റെ മേലല്ല ദൂതൻ ഇറങ്ങിയത്, പ്രാർത്ഥിച്ച വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വിടുതൽ അയച്ചതായി വേദപുസ്തകം വിളിച്ചു പറയുന്നെങ്കിൽ ഇന്ന് പ്രഭാത സമയം വിവിധ ദേശങ്ങളിൽ വിവിധ ഇടങ്ങളിലായിരുന്ന ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൂടി വന്നിരുന്ന പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ വൈദ്യരെ ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, നീ പ്രാർത്ഥിച്ച വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ ദൂതൻ ഈ പ്രഭാത സമയത്ത് ഇറങ്ങി വിടുതലിന്റെ കരം നീട്ടിയിട്ടുണ്ടെന്ന് ദൈവാത്മാവ് വിളിച്ചു പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ പറയാം, എന്റെ പ്രാർത്ഥനാ വിഷയത്തിന് മേൽ, ഞാൻ പ്രാർത്ഥിച്ച വിഷയത്തിന് മേൽ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങിക്കഴിഞ്ഞു. ദൈവത്തിന്റെ വിടുതൽ വ്യാപരിച്ചു കഴിഞ്ഞു. ദേശങ്ങളെ ദൈവം വിടുവിച്ചു കഴിഞ്ഞു. കെട്ടുകളെ ദൈവം അടിച്ചു കഴിഞ്ഞു. അന്ധകാര മണ്ഡലത്തെ സ്വർഗം തകർത്തു കഴിഞ്ഞു എന്ന് ഇന്ന് പകൽക്കാലം വിശ്വസിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. നെഹമ്യാവിന്റെ ഒന്നാമത്തെ പ്രാർത്ഥന വ്യക്തമായ ഉദ്ദേശത്തോടെ അവൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. നെഹമ്യാവിന്റെ രണ്ടാമത്തെ പ്രാർത്ഥന 2-ാം അധ്യായം 4-ാം വാക്യം. 2-ാം അധ്യായം 4-ാം വാക്യം. ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് രാജാവിന്റെ മുമ്പിൽ പാനപാത്രവുമായി ചെന്ന നെഹമ്യാവിന്റെ മുഖം മ്ലാനമായിരിക്കുന്നത്, ദുഃഖമായിരിക്കുന്നത് കണ്ട രാജാവ് ചോദിച്ചു, എന്താ നിന്റെ മുഖം വാട്ടിയിരിക്കുന്നത്? കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ, ഈ കാര്യം ചോദിക്കുമ്പോൾ നെഹമ്യാവ് അതിന് ഉത്തരം ചാടിക്കേറി പറയാതെ സ്വർഗത്തിലെ ദൈവത്തോട് അവൻ പ്രാർത്ഥിച്ചു. രാജാവിന്റെ ചോദ്യം ഉത്തരം കൊടുക്കേണ്ട നെഹമ്യാവ് ഇതിനിടയിൽ എന്റെ ചിന്ത ശരിയാണെങ്കിൽ ഒരു 20 സെക്കൻഡ് അല്ലെങ്കിൽ പരമാവധി 30 സെക്കൻഡ് അതിന് പുറത്തേക്കൊന്നും പ്രാർത്ഥിക്കാൻ അവിടെ സമയം കിട്ടില്ല. മണിക്കൂറുകൾ വേറിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ സമയം കിട്ടത്തില്ല. 30 സെക്കൻഡ് അവന്റെ മുൻപിൽ സമയമുള്ളൂ. രാജാവിന് മുമ്പിൽ മൗനമായിരിക്കാൻ പറ്റത്തില്ല. ഉത്തരം കൊടുക്കാതെ മാറി നിൽക്കാനും പറ്റില്ല. അല്പ സെക്കൻഡുകൾ മാത്രമേ തന്റെ മുൻപിൽ ലഭിച്ചുള്ളൂ എങ്കിലും അവനാ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവമേ, മഹാരാജാവിന്റെ മുൻപിൽ എനിക്ക് വേണ്ടി നീ അത്ഭുതം ചെയ്യണമെന്ന് അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് ഉത്തരം പറവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പ്രിയരെ, ചില നിമിഷങ്ങളിൽ മണിക്കൂറുകൾ പ്രാർത്ഥിപ്പാൻ സമയം ലഭിച്ചില്ലെന്ന് വരാം. ചില സെക്കൻഡുകളെ പ്രാർത്ഥിപ്പാൻ ദൈവം നിനക്ക് സമയം തന്നുള്ളൂ എങ്കിലും ദൈവത്തിന്റെ മുന്നേ നീ പ്രാർത്ഥിപ്പാൻ തയ്യാറായാൽ സ്വർഗം നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ തയ്യാറായും. സ്വർഗം നിനക്ക് വേണ്ടി തന്റെ കരം ചലിപ്പിപ്പാൻ ഇടയായി തീരും. മണിക്കൂറുകളുടെ പ്രാർത്ഥനയേക്കാൾ അല്പനിമിഷങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുൻപിലും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. വിശ്വാസത്തോട് നീ പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ ദൈവത്തിന്റെ വിടുതൽ അവിടെ വെളിപ്പെടുവാനിടയായി തീരും. പ്രൈസ് ഗോഡ്. രാജാവിന് മുൻപിൽ ഇവൻ പ്രാർത്ഥിച്ചൊരു മറുപടി കൊടുത്തു. 2-ാം അധ്യായം നിങ്ങൾ താഴോട്ട് വായിച്ചാൽ മതി. പ്രാർത്ഥിച്ച് മറുപടി കൊടുത്തവന്റെ മുൻപിൽ രാജാവ് നോ എന്നൊരു വാക്ക് പറഞ്ഞില്ല, പറ്റത്തില്ല എന്നൊരു വാക്ക് പറഞ്ഞില്ല. പ്രാർത്ഥിച്ചു മറുപടി കൊടുത്തവന്റെ മുൻപിൽ രാജാവിന്റെ ഹൃദയത്തോട് ദൈവം ഇടപെട്ടു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ഭക്തന്മാരെ, നാം ഇവിടുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചില അധികാരികളുടെ ഹൃദയത്തോട് ദൈവം സംസാരിക്കുന്ന ദിവസങ്ങളാണ്. പ്രൈസ് ഗോഡ്. ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഭരണമണ്ഡലത്തിലിരിക്കുന്ന ചില അധികാരവർഗത്തോട് ദൈവം നിശ്ചയമായും ഈ ദിവസങ്ങളിൽ ഇടപെടുന്ന ദിവസങ്ങളായി മാറും. സ്തോത്രം. ഇവിടെ ഇവന് പോകാനുള്ള അനുമതി രാജാവ് കൊടുക്കുക മാത്രമല്ല, അവിടെ ചെന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, പോകേണ്ടുന്ന വഴിക്ക് വേണ്ട എഴുത്തും മറ്റ് സാമഗ്രികളും എല്ലാം രാജാവ് ഒരുക്കി കൊടുക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നു. സ്തോത്രം. പ്രാർത്ഥിച്ചവന്റെ മുഖം താഴാൻ ദൈവം അനുവദിച്ചില്ല. പ്രാർത്ഥിച്ചവന്റെ തല താഴാൻ ദൈവം അനുവദിച്ചില്ല.
പ്രാർത്ഥിച്ചവന്റെ മുഖത്തെ മാനിക്കുന്ന ദൈവത്തിന്റെ കരം ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്. ദൈവത്തിന്റെ വൈതലെ, നീ ഒരിക്കലും നിശ്ചിതനായി മാറുവാൻ, നീ ഒരിക്കലും പരാജയപ്പെട്ടു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ തല ഉയരും, ദൈവം നിന്നെ മാനിക്കും, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ഒരുപക്ഷെ നിന്റെ കരച്ചിൽ ആരും കേട്ടില്ല എന്നിരിക്കാം. നിന്റെ പ്രാർത്ഥനയുടെ ശബ്ദം അടുത്ത റൂമിൽ കിടക്കുന്ന നിന്റെ പ്രിയപ്പെട്ടവനോ പ്രിയപ്പെട്ടവളോ പോലും കേട്ടില്ല എന്നിരിക്കാം. പക്ഷേ കേൾക്കുന്ന ഒരുവനുണ്ട്. അവൻ സ്വർഗാദി സ്വർഗങ്ങളിൽ വാസം ചെയ്യുന്നവനാണ്. അവൻ പറയുന്നു, നിന്റെ പ്രാർത്ഥന മനുഷ്യൻ കേട്ടില്ലെങ്കിലും നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായി ഞാൻ ഇറങ്ങി വരുന്ന ദൈവമാണ്. നിന്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ ഞാൻ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഇന്ന് പകൽക്കാലം അവൻ പറയുന്നു, പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. നിശ്ചയമായും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. പ്രൈസ് ഗോഡ്. നെഹമ്യാവിന്റെ പ്രാർത്ഥന, മൂന്നാമത്തെ പ്രാർത്ഥന, 4-ാം അധ്യായം 4-ാം വാക്യം. 4-ാം അധ്യായം 4-ാം വാക്യം. അവരുടെ നിന്നയെ അവരുടെ സ്വന്തം തലയിലേക്ക് തിരിച്ച് പ്രവാസദേശത്തിൽ അവരെ കവർച്ചയ്ക്ക് ഏൽപ്പിക്കണമേ. നെഹമ്യാവിന്റെ മൂന്നാമത്തെ പ്രാർത്ഥന. ഇവൻ യെരൂശലേമിലെത്തി പണി തുടങ്ങി. 3-ാം അധ്യായത്തിൽ പണിയുടെ വിശദമായ അവസ്ഥകൾ കാണാൻ കഴിയും. എന്നാൽ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ സൻബല്ലത്തും തോബിയാവും ഇവന്റെ കൂടെയുള്ള ഗേശമും കൂടെ കടന്നു വന്ന് ഇവരെ കളിയാക്കാൻ തുടങ്ങി. കുറുക്കം കയറിയാൽ മതിൽ ഇടിഞ്ഞു വീഴും തുടങ്ങി കളിയാക്കലിന്റെ വലിയ വാക്കുകൾ കടത്തിവിടുവാനിടയായി തീർന്നു. പരിഹാസം, നിന്ന, വിവിധ നിലകളിലുള്ള ആക്ഷേപം ഇവരുടെ മുൻപിൽ കടന്നു വന്നു. ഈ പണി ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് പോകാൻ അനുവദിക്കാതെ ശക്തമായ എതിർപ്പ് ഇവരുടെ മുൻപിൽ ഉയർന്നു വന്നു. ഈ എതിർപ്പ് ഉയർന്നു വന്നപ്പോൾ, പരിഹാസം ഉയർന്നു വന്നപ്പോൾ നെഹമ്യാവ് ദൈവമുഖത്തേക്ക് നോക്കി. പ്രൈസ് ഗോഡ്. ഇന്ന് പ്രഭാത സമയം ദൈവാത്മാവ് നമ്മോട് വിളിച്ചു പറയുന്നു, എതിർപ്പുകൾ വർദ്ധിക്കാം, പരിഹാസം വർദ്ധിക്കാം, പ്രതികൂലങ്ങൾ വർദ്ധിക്കാം. വരും നാളുകളിൽ ശക്തമായ എതിർപ്പുകൾ എനിക്കും നിങ്ങൾക്ക് നേരെ ആഞ്ഞടിക്കാം. പക്ഷേ അതിനെതിരെ പ്രതികരിക്കാനല്ല, സ്വർഗത്തേക്ക് നോക്കാൻ നീ തയ്യാറായാൽ മറുപടി കൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. എതിർപ്പുകളെ മാറ്റുന്ന ഒരു ദൈവമുണ്ട്. പരിഹാസത്തെ മാറ്റുന്ന ഒരു ദൈവമുണ്ട്. അവൻ നിശ്ചയമായും വിടുവിപ്പാൻ കഴിവുള്ള ദൈവമാണ്. ആത്മാവ് ഞാൻ വിളിച്ചു പറയാം, എതിർപ്പിന്റെ മുൻപിലും നെഹമ്യാവ് പ്രാർത്ഥിച്ചു. നെഹമ്യാവല്ല പരാജയപ്പെട്ടത്, എതിർത്തു വന്നവൻ പരാജയപ്പെടത്തക്കവണ്ണം സ്വർഗത്തിലെ കരം അവിടെ ചലിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവാത്മ പറയുന്നു, നിനക്ക് മുൻപിൽ വരുന്ന എതിരുകളെ കണ്ട് ഭയപ്പെടരുത്, വേദനിക്കരുത്, ഭാരപ്പെടരുത്. പ്രാർത്ഥിച്ചു നോക്ക്, ദൈവം നിനക്ക് വേണ്ടി അനുകൂല മണ്ഡലം ഒരുക്കി തരും. ഹല്ലേലൂയ. ശക്തമായ എതിർപ്പാ വന്നത്. ആ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ തക്കവണ്ണം ദൈവാത്മാവിടയാക്കി തീർത്തു. സ്തോത്രം. ദൈവത്തിന്റെ കുഞ്ഞെ, പ്രാർത്ഥന ഒരു തമാശ പരിപാടിയല്ല. പ്രാർത്ഥന നിശ്ചയമായും സ്വർഗത്തെ ചലിപ്പിക്കുന്നതാണ്. പ്രാർത്ഥിച്ചാൽ വിടുതലുണ്ട്. കാരാഗൃഹ വാതിൽ തുറപ്പാൻ ദൈവത്തിന് കഴിയും. രോഗികളെ സൗഖ്യമാക്കുവാൻ ദൈവത്തിന് കഴിയും. പ്രാർത്ഥനയുടെ മുൻപിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ഞാൻ മനസ്സിലാക്കുന്നു, ഈ ഭൂമിയിൽ വെച്ച് അല്ലെങ്കിൽ എന്റെ അറിവിൽ വെച്ച് ഏറ്റവും ശക്തമായ ഒരായുധമുണ്ടെങ്കിൽ അത് പ്രാർത്ഥന എന്ന ആയുധമാണ്. പ്രാർത്ഥന എന്ന ആയുധത്തിന്റെ മുൻപിൽ ഒരു പ്രതികൂലത്തിനും പ്രശ്നത്തിനും പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന്, വിജയകരമായ ശുശ്രൂഷാ മണ്ഡലങ്ങൾ വെളിപ്പെടേണ്ടതിന് പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. സ്തോത്രം. ആമേൻ. ഈ 4-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം കൂടെ പറഞ്ഞ വാക്കുകൾക്ക് വിരാമത്തിലേക്ക് വരുന്നു. നെഹമ്യാവിന്റെ 4-ാമത്തെ പ്രാർത്ഥന, 4-ാം അധ്യായം 9-ാം വാക്യം. ആമേൻ. ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഇവര് പരിഹസിച്ച് എതിർത്ത് ഈ പണിയെ തോൽപ്പിക്കാൻ കഴിയാതിരുന്നപ്പോൾ ഇവർ ഒരു കൂട്ടമായി വന്ന ആക്രമിക്കാനായി പ്രവർത്തിച്ചു.
ആക്രമിക്കാൻ പ്രവർത്തിച്ചു. ഒരു കൂട്ടമായി വന്ന് കയ്യൂക്ക് കാണിക്കാൻ പ്രവർത്തിച്ചു. ഈ കയ്യൂക്ക് കാണിക്കാൻ ഒരു കൂട്ടം കടന്നു വന്നപ്പോഴും നെഹമ്യാവിന് മറ്റൊരായുധമില്ല. നെഹമ്യാവ് സ്വർഗത്തിലെ ദൈവത്തോട് ശക്തമായി പ്രാർത്ഥിപ്പാൻ തുടങ്ങി. കയ്യിൽ ആയുധം പിടിച്ച് ശക്തന്മാർ മുൻപിൽ നിൽക്കുമ്പോഴും പതറാത്ത മനസ്സും ഉറച്ച വിശ്വാസത്തോടും ദൈവത്തിൽ അവൻ അടിയുറച്ച വിശ്വാസത്തോടെ അവൻ പ്രാർത്ഥിച്ചു, ദൈവമേ ഈ പ്രതികൂലത്തെ നീ മാറ്റണമേ. സ്തോത്രം. ലോകശത്രുവിനെ മാറ്റത്തക്ക നിലയിൽ ദൈവത്തിന്റെ കരം അവിടെ ചലിച്ചു എന്ന് താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. സൻബല്ലത്തും തോബിയാവും ഗേശവും ശക്തിയോടെ പ്രവർത്തിച്ചെങ്കിലും, ആക്രമിക്കുവാൻ കടന്നു വന്നെങ്കിലും അതിന്റെ ഗൂഢാലോചനകളെ ദൈവം തകർത്തുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇപ്പെടുവാനിടയായി തീർന്നു. പിന്നെ പ്രാർത്ഥന പിശാചിന് തോൽവിയാണ്. പ്രാർത്ഥന പിശാചിനെ അടിത്തറ ഇളക്കും. പ്രാർത്ഥന എനിക്കും നിങ്ങൾക്കും കവചമാണ്. പ്രാർത്ഥന ഒരു വലിയ വിടുതലാണ്. ഇന്ന് പ്രഭാത സമയം പ്രാർത്ഥനയിലേക്ക് നാം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഒരു പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുവാനിടയായി തീരും. ആ പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ദൈവഭക്തൻ വിളിച്ചു പറയുന്നു, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. വിശ്വാസത്തിന്റെ വാക്കുകൾ ആ ഭക്തൻ വിളിച്ചു പറയുകയാണ്. ഇന്ന് പ്രഭാത സമയം വിശ്വാസത്തോടെ പറ, ദൈവം എന്റെ കാര്യം സാധിപ്പിക്കും. ദൈവം എനിക്ക് വേണ്ടി വൻ കാര്യം ചെയ്യും. ദൈവം ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. അതുകൊണ്ട് ഞങ്ങൾ പ്രതികൂലങ്ങളുടെ മുമ്പിൽ പതറി നിൽക്കത്തില്ല. ആകയാൽ അവന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. ഈ ദിവസങ്ങളിൽ ഉറച്ച തീരുമാനത്തോടെ പറയാം, ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ ഞങ്ങൾ കടന്നുപോയി, ഞങ്ങൾ പണിയും, ഞങ്ങൾ പണിയും, ഞങ്ങൾ പണിയും. ദൈവത്തിന് വേണ്ടി ചില പണികൾ ചെയ്യുവാൻ ദൈവം നമ്മെ കണ്ടിരിക്കുകയാണ്. ശത്രുവിനവിടെ അവകാശമില്ല, ശത്രുവിനവിടെ ഓഹരിയില്ല, ശത്രുവിനോട് യാതൊരു തരത്തിലും ഒന്നുമില്ല. ദൈവം തന്നെ ജനത്തെ പണിയാൻ ഏൽപ്പിക്കുകയാണ്. ദൈവാത്മ പറയുന്നു, കർത്താവിന്റെ വരവതാമസമെങ്കിൽ 2025 ഒരു പണിയുടെ വർഷമാണ്. ആത്മാക്കളെ നേടുന്ന, ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന, ദൈവം തന്റെ ദാസന്മാരെ ശക്തമായി ഉപയോഗിക്കുന്ന വർഷമാണ് 2025. ആ പണിക്ക് വേണ്ടി നമുക്കൊരുങ്ങാം. വിശ്വാസത്തോടെ ചുവട് വെക്കാം. പ്രാർത്ഥനയിൽ ശക്തിപ്പെടാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ വാക്കുകൾ വിരമിക്കുന്നു. അവസരം കർത്തദാസനും മറ്റെല്ലാ ദൈവദാസന്മാർക്കും പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം സഹായിക്കുമാറാകട്ടെ.